ഇപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡ്രോപ്സ് മരുന്നുകളിലാണ്, പിന്നെ ബാക്കിയല്ല. സർജറിയിൽ നമ്മൾ ചെയ്യുന്നത് കാറ്ററാക്റ്റ് മാറ്റുന്നു, ലെൻസ് അകത്ത് വെക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ലെൻസ് എന്ന് പറയുന്ന സാധനം കണ്ണിലിരിക്കേണ്ട ഒരു സാധനമല്ല, നമ്മൾ കൊണ്ട് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ടെൻഡൻസി അതിനുള്ളിൽ ആവശ്യമില്ലാത്ത സാധനം നമ്മൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അത് ബോഡിയിൽ ഇരിക്കേണ്ട ഒരു സാധനം, അതൊരു ഫോറിൻ ഒബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണിൽ മരുന്നൊഴിക്കുന്നത്, ഈ ലെൻസിനെ അത് റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അത് സാധാരണ നമ്മളൊരു 3 മാസം അങ്ങനെ ഒഴിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഡ്രോപ്സ് നമ്മൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഡ്രോപ്പിൻ്റെ അറ്റം, അതായത് മരുന്ന് വരുന്ന ഭാഗം ഒരു കാരണവശാലും കണ്ടാമിനേഷൻ ആകാൻ പാടില്ല. അതായത് പേഷ്യൻ്റെ കണ്ണിനടുത്ത് പീലിയിൽ പോയി കൊള്ളാൻ പാടില്ല, നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ കയ്യിലും അത് കൊള്ളാൻ പാടില്ല. അങ്ങനെ വല്ലതും കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കീടാണുക്കൾ ഈ മരുന്നിനകത്ത് കയറും. കീടാണുക്കൾ ഈ മരുന്നിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വരുന്ന ഇൻഫെക്ഷന് യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും കാണത്തില്ല. കാരണം മരുന്നിൽ നിന്ന് വരുന്ന കീടാണുക്കൾ എപ്പോഴും വീര്യം കൂടുതലായിരിക്കും. അത് നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻറ്റ് മൈക്രോബ്സ് എന്ന് പറയും. അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ഏറ്റവും കൂടിയ മരുന്നാണ്, അതിന് മുകളിൽ വേറെ മരുന്നില്ല. അപ്പോൾ ഇതിനെ അതിജീവിച്ച് വരുന്ന കീടാണുക്കൾക്ക് വേറെ പ്രതിവിധിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ചില പേഷ്യൻസിന് ഗ്ലോക്കോമയുടെ ഒരു അസുഖം കാണും. അവർ നേരത്തെ മുതലേ ഗ്ലോക്കോമയ്ക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് ഒഴിക്കുന്നുണ്ടാവും. ഈ തിമിരത്തിൻ്റെ സർജറിയും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളത്, ആ ഡ്രോപ്സ് നമ്മൾ നേരത്തെ ഓപ്പറേഷൻ മുമ്പ് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഒഴിച്ചപ്പോൾ അതിൻ്റെ കുപ്പിയുടെ അറ്റം പീലിയെ കൊണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ റിസ്ക് എടുക്കാനൊക്കത്തില്ല. ഒരു ഡ്രോപ്പ് കളയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഡ്രോപ്പ് കളയുക, കണ്ണ് കളയാതിരിക്കുക. അതുകൊണ്ട് പുതിയൊരു ഡ്രോപ്പ് വാങ്ങിക്കുക. ഈ ഗ്ലോക്കോമയുടെ മരുന്ന് ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് പുതിയൊരു ഡ്രോപ്പ് വാങ്ങിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആ പുതിയ ഡ്രോപ്സ് തന്നെ തുടരുക. ഇതാണ് നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യങ്ങൾ.